എല്ലാവർക്കും നമസ്കാരം. സുഖാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓസ്ട്രേലിയയിൽ ഫോൾ സീസൺ തുടങ്ങി, ഇലകളുടെ കളറൊക്കെ മാറി തുടങ്ങി. ഭയങ്കര കളർഫുള്ളാണ് ഓട്ടം ആകുമ്പോഴത്തേക്കും. അത് മാത്രമല്ല, മെയ് മാസം എത്താറായതുകൊണ്ട് നേഴ്സുമാരായ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻസും കൂടെ ഉണ്ട് ഇവിടെ. നമ്മുടെ ആഫ്ര രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അതിൻ്റെ ടൈം അവർ എൻഡ് ചെയ്യുന്നത് മെയ് 31 ആണ്. മെയ് 31 നമ്മൾ ആഫ്ര രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പം ആഫ്ര രജിസ്ട്രേഷന് വേണ്ട ഒരു റിക്വയർമെൻ്റ് ആണ് CPD അവേഴ്സ്. അപ്പം CPD അവേഴ്സിനെ പറ്റി പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എന്താണ് CPD എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അതതിൻ്റെ പേര് പോലെ തന്നെയാണ്. അതായത് നമ്മുടെ നഴ്സിംഗ് സ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ നോളജ് ബ്രോഡൻ ചെയ്യാനും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളജ് കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ സേഫ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആൻഡ് എത്തിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയും നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് അവരിതിനെ കണക്കാക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു മാൻഡേറ്ററി ആണെന്ന് പറയാനുള്ള കാരണം ആഫ്ര ബേസ് ചെയ്തിരിക്കുന്ന നാഷണൽ ലോ പ്രകാരം ഇതൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. CPD അവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആകെ ഒരു എക്സെപ്ഷൻ ഉള്ളത് സ്റ്റുഡൻസിനാണ്. അതായത് പഠിക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. ബട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ CPD അവേഴ്സ് മസ്റ്റാണ്. ഓരോ ഹെൽത്ത് പ്രൊഫഷനും എത്ര അവേഴ്സ് വേണം, അതായത് CPD അവേഴ്സ് ഒരു മിനിമം റിക്വയർമെൻ്റ് ഉണ്ട്. അത് ഓരോ പ്രൊഫഷനും അനുസരിച്ച് മാറിയിരിക്കും. ഞാനിപ്പം രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെങ്കിൽ മിഡ് വൈഫിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. സോ ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് രജിസ്ട്രേഷൻ എടുത്ത ഒരാളാണ്, നിങ്ങൾക്കിപ്പം എടുത്തിട്ട് 0 to 3 months ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് മിനിമം വേണ്ടത് 5 hours CPD അവേഴ്സ് ആണ് വേണ്ടത്. ഇനി രജിസ്ട്രേഷൻ എടുത്തിട്ട് 3 to 6 months ആയെങ്കിൽ മിനിമം 10 hours വേണം. ഇനി 6 to 9 months ആണെങ്കിൽ 15 hours വേണം. 9 to 12 months ആയിട്ടുണ്ടെങ്കിൽ 20 hours മിനിമം CPD അവേഴ്സ് വേണം. അതായത് ഇപ്പം 12 months കൂടുതലായ എല്ലാവർക്കും മിനിമം 20 hours CPD അവേഴ്സ് ഉണ്ടായിരിക്കണം. അതാണ് മിനിമം റിക്വയർമെൻറ്റ് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് ലേണിംഗ് ആണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതായത് ഏതൊക്കെ ടൈപ്പ് ട്രെയിനിങ്ങുകളാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് മറ്റൊരു സംശയമാണ്. അവർ പറയുന്നത്, അവരുടെ ഫാക്ട് ഷീറ്റിൽ അവർ പറയുന്നത് സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ലേണിംഗ്, അതല്ലെങ്കിൽ ഫേസ് ടു ഫേസ് സിമുലേഷൻ, അതല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ്, ഈ 3 ഓപ്ഷൻസും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അത് അക്സെപ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കോൺഫറൻസ്, സെമിനാർ, വർക്ക്ഷോപ്പ് അങ്ങനത്തെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, ഈ കാറ്റഗറീസിലൊക്കെ പെട്ട സ്റ്റഡീസിനും ട്രെയിനിങ്ങിനും ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. CPD അവേഴ്സ് ആയിട്ട് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റഡി ചെയ്തു, അത് ജസ്റ്റ് പറഞ്ഞാൽ പോരാ, അല്ലെ നിങ്ങൾ അവിടെ എഴുതി വെച്ചാൽ പോരാ ഞാനിങ്ങനെ ഒരു സ്റ്റഡി അറ്റൻഡ് ചെയ്തു എന്ന്. അവർക്ക് അതിന് പ്രൂഫ് വേണം. ഇപ്പം പ്രൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഇൻ സർവീസ് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒന്നും സർട്ടിഫിക്കറ്റ്സ് കിട്ടാറില്ല. പക്ഷേ സർട്ടിഫിക്കറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ഒരു പ്രൂഫ് ഓഫ് ലേണിംഗ് ഉള്ള CPD അവേഴ്സ് മാത്രമേ അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം എന്തൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് മാക്സിമം സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കാൻ നോക്കുക. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ഈ വർഷത്തിൽ നിങ്ങൾ ട്രെയിനിങ് ചെയ്തു, നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചു വെച്ചു. ഇപ്പം ഈ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ അതെടുത്ത് കളയരുത്. കാരണം അവർ പറയുന്നത്, NMBA പറയുന്നത് മിനിമം 5 years എങ്കിലും നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് സൂക്ഷിച്ച് വെക്കണം എന്നാണ്. കാരണം ഈ 5 yearsനിടയ്ക്ക് അവർ റാൻഡം ആയിട്ട് ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ഇന്ന ട്രെയിനിങ് ചെയ്തു, അതിൻ്റെ പ്രൂഫ് എവിടെ? അപ്പോൾ ആ പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അവർ പറയുന്ന വേറൊരു കാരണം, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങൾ അന്ന് CPD അവേഴ്സിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ള പ്രൂഫ് എവിടെ? അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾ കളയരുത്. ഇനിയിപ്പം നിങ്ങൾക്ക് 2 പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളൊരു രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെങ്കിൽ മിഡ് വൈഫ് ആണ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫിസിയോയുടെ രജിസ്ട്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒക്യുപേഷൻ തെറാപ്പിസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഉണ്ടോ ആ പ്രൊഫഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള CPD അവേഴ്സ് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നഴ്സിംഗിൻ്റെ എടുത്തു എന്ന് പറഞ്ഞ് മറ്റേതിനൊരു എക്സെപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഏതൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടോ അതിനുള്ളതെല്ലാം CPD അവേഴ്സ് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം, റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തിരിക്കണം. ഇനി വേറൊരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്, നിങ്ങളിപ്പം ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈം ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാഷ്വലേ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യുന്നവർ തമ്മിൽ ഇപ്പം ഫുൾ ടൈംകാരുടെ അത്രയും തന്നെ അവേഴ്സ് CPD അവേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? കാഷ്വൽ ചെയ്യുന്നവർക്ക് CPD അവേഴ്സ് എത്ര വേണം?
ഫുൾ ടൈം പാർട്ട് ടൈം കാഷ്വൽ ഇങ്ങനെയൊരു വ്യത്യാസം ഇവർക്കില്ല. അതായത് ഏത് ഇപ്പോൾ പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും കാഷ്വൽ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആ പീരീഡ് ഓഫ് രജിസ്ട്രേഷൻ അനുസരിച്ചുള്ള റിക്വയർമെൻറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് 1 ഇയർ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, പാർട്ട് ടൈം ആണ് എങ്കിലും നിങ്ങൾ ആ 20 hours തന്നെ മിനിമം മീറ്റ് ചെയ്തിരിക്കണം. പിന്നെ വേറൊരു ഡൗട്ട് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ മറ്റേണിറ്റി ലീവിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർ ആയ ഒരാളാണ്, പക്ഷെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, നിങ്ങൾ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ല നിങ്ങളിപ്പോൾ ഒരു കരിയർ ബ്രേക്ക് എടുത്തു, അല്ലെങ്കിൽ ഒരു ഓവർസീസ് ട്രാവൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വേറൊരു വിദേശ രാജ്യത്താണ് ഉള്ളത്, അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ യു കെയിലുള്ളവർക്ക് ഒരു ഡൗട്ട് വരുന്നതാണ്, യു കെയിലാണ് ഞാനുള്ളത്, അപ്പോൾ എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ഉണ്ട്, അപ്പോൾ എനിക്ക് CPD അവേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും CPD അവേഴ്സ് വേണം, എന്നാലേ നിങ്ങളുടെ രജിസ്ട്രേഷൻ റിന്യൂ ആകത്തുള്ളൂ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഉള്ളൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ് മാൻഡേറ്ററി ട്രെയിനിങ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം ട്രെയിനിങ്. അതായത് ഫയർ ആൻഡ് സേഫ്റ്റി, അതല്ലെങ്കിൽ ആനുവലി നമ്മൾ CPR, പിന്നെ വരുന്നത് തന്നെ മാനുവൽ ഹാൻഡ്ലിങ്, അങ്ങനത്തെ കുറേ ട്രെയിനിങ്ങുകൾ നമുക്ക് വർക്ക് പ്ലേസിൽ വരാറുണ്ടല്ലോ. ഇവയൊക്കെ കൺസിഡർ ചെയ്യുമോ? ഇപ്പം ആഫ്രയുടെ സൈറ്റിൽ ഫാക്ട് ഷീറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഫഷനുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ട്രെയിനിങ്ങുകളൊന്നും അവർ കൺസിഡർ ചെയ്തില്ല. അതായത് മാൻഡേറ്ററി ട്രെയിനിങ്, അതിൻ്റെ എക്സാമ്പിളായിട്ട് അവർ തന്നിരിക്കുന്നത് നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റി ചെയ്യുന്നതും CPR ആനുവലി ചെയ്യുന്നതും ഒന്നും ഈ CPD അവേഴ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. വേറെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു മാൻഡേറ്ററി ട്രെയിനിങ് ആഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കോവിഡ് തുടങ്ങിയ സമയമാണെന്ന് വിചാരിക്കുക, കോവിഡ് തുടങ്ങിയ സമയത്ത് കോവിഡ് പാൻഡമിക്കിനെ പറ്റി ഒരു ട്രെയിനിങ്, മാൻഡേറ്ററി ട്രെയിനിങ് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യാം, കാരണം അതൊരു ന്യൂ ലേണിംഗ് ആണ്. അങ്ങനെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂ ലേണിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ ട്രെയിനിങ്ങുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി എവിടെയൊക്കെ ഈ ട്രെയിനിങ് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവരും നോക്കുന്നത് ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് ആണെന്ന് എനിക്കറിയാം. കുറേ സൈറ്റുകൾ ഫ്രീ ആയിട്ടുള്ളത് തരുന്നുണ്ട്, കുറേ സൈറ്റുകൾ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ തരുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു നഴ്സിംഗ് യൂണിയനിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ANMF, ഓസ്ട്രേലിയൻ നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ഫൗണ്ടേഷൻ, ഇവിടെ ടാസ്മാനിയയിലുള്ളവരാണ്, പല സ്ഥലങ്ങളിലും അതുണ്ട്. അപ്പം ഈ ANMFൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ANMFൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് ഫ്രീ ആയിട്ട് 20 hours CPD ട്രെയിനിങ് കിട്ടും. അതുപോലെ തന്നെയുള്ള വേറൊരെണ്ണമാണ് ഓസ്ട്രേലിയൻ കോളേജ് ഓഫ് നഴ്സിംഗ്, അവരുടെ സൈറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ളതും ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് മാത്രം തരുന്ന 2 സൈറ്റും കൂടെ ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഹെൽത്ത് എഡ് എന്ന് പറയുന്നതും OSMED എന്ന് പറയുന്ന സൈറ്റും. ഞാൻ ഇതിൻ്റെയൊക്കെ പേരുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് CPDനെ പറ്റി പറയാനുള്ളത്. ആരും മറക്കാതെ റിന്യൂ ചെയ്യുക, അതിനൊപ്പം CPD അവേഴ്സ് എല്ലാവരും മീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.